ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഏതൊരു ഭാഷയും നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ആ ഭാഷയിൽ സംസാരിക്കുന്നത് ഒരുപാട് കേൾക്കുകയും അതുപോലെ പറയാൻ ശ്രമിക്കുകയും വേണം. നമ്മൾ എങ്ങനെയാണ് മലയാളം സംസാരിച്ച് തുടങ്ങിയത്? നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം പറയുന്നത് കേട്ട് അതുപോലെ പറയാൻ ശ്രമിച്ചാണ് നമ്മൾ മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയത്. ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഭാഷയും കേൾക്കുകയും അതുപോലെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മീരയുടെ ഒരു ദിവസമാണ്. മീര രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ കേട്ട് നോക്കാം. കേട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത് അത് കേൾക്കുകയും കേൾക്കുന്ന പോലെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മീരയുടെ ഒരു ദിവസമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മീര ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ കേട്ട് നോക്കാം. അതുപോലെ പറയാനും ശ്രമിക്കാം. ഹായ്, ഞാൻ മീര. ഹായ്, ഐ എം മീര. എൻ്റെ ദിവസം നേരത്തെ തുടങ്ങുന്നു. മൈ ഡേ സ്റ്റാർട്ട്സ് ഏർലി നേരത്തെ. ഐ എം എ മോർണിംഗ് പേഴ്സൺ. മോർണിംഗ് പേഴ്സൺ എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാർ, നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ എനർജിയോടുകൂടി ചെയ്യുന്ന ആൾക്കാരെ മോർണിംഗ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഐ എം എ മോർണിംഗ് പേഴ്സൺ. ഞാൻ രാവിലെ 5 മണിക്ക് ഉണരും. ഐ വേക്കപ്പ് അറ്റ് 5 AM. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക. ഐ വേക്കപ്പ് അറ്റ് 5 AM. എന്നിട്ട് ഞാൻ പല്ല് തേച്ച് മുഖം കഴുകും. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് വാഷ് മൈ ഫേസ്. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് വാഷ് മൈ ഫേസ്. കുളി കഴിഞ്ഞ് അമ്മയെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ സഹായിക്കാൻ, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ സഹായിക്കാൻ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു. ആഫ്റ്റർ ടേക്കിംഗ് എ ബാത്ത് ഐ ഗോ ടു ദ കിച്ചൺ ടു ഹെൽപ്പ് മൈ മോം പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. ആഫ്റ്റർ ടേക്കിംഗ് എ ബാത്ത്, കുളി കഴിഞ്ഞ്, ഐ ഗോ ടു ദ കിച്ചൺ, ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു. ടു ഹെൽപ്പ് മൈ മോം പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. പ്രിപ്പയർ തയ്യാറാക്കുക. ടു ഹെൽപ്പ് മൈ മോം പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ അമ്മയെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ സഹായിക്കാൻ. ചട്നിക്കൊപ്പം ദോശ കഴിക്കാനാണ് എനിക്കിഷ്ടം. ഐ ലൈക്ക് ടു ഹാവ് ദോശ വിത്ത് ചട്നി. ഐ ലൈക്ക് ടു ഹാവ് ദോശ വിത്ത് ചട്നി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്ത് ഞാൻ കോളേജിലേക്ക് പോകുന്നു. വൺസ് ഐ ഫിനിഷ് മൈ ബ്രേക്ക്ഫാസ്റ്റ് I get dressed and go to my college. Once I finish my breakfast, പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ I get dressed and go to my college. ഡ്രസ്സ് ചെയ്ത് ഞാൻ കോളേജിലേക്ക് പോകുന്നു. Once I finish my breakfast, I get dressed and go to my college. കോളേജിൽ ഞാൻ ഗണിതം, ഇംഗ്ലീഷ്, ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നു. At college, I study subjects like math, English and physics. At college, I study subjects like math, English and physics. എൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ കൂട്ടുകാരുടെ കൂടെ കോളേജ് ക്യാൻറ്റീനിൽ സമയം ചെലവഴിക്കും. ഡ്യൂറിങ് മൈ ബ്രേക്ക് ടൈം ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ കോളേജ് ക്യാൻറ്റീൻ. ഡ്യൂറിങ് മൈ ബ്രേക്ക് ടൈം, എൻ്റെ ബ്രേക്ക് ടൈമിൽ അല്ലെങ്കിൽ എൻ്റെ ഇടവേളകളിൽ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ കോളേജ് ക്യാൻറ്റീൻ. സ്പെൻഡ് എന്ന് വെച്ചാൽ ചെലവഴിക്കുക. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ കോളേജ് ക്യാൻറ്റീൻ. ഞാൻ കൂട്ടുകാരുടെ കൂടെ കോളേജ് ക്യാൻറ്റീനിൽ സമയം ചെലവഴിക്കുന്നു. സ്നാക്സ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. വി ടോക്ക് ആൻഡ് ലാഫ് ടുഗെദർ വൈൽ ഹാവിങ് സ്നാക്സ്. ടോക്ക് സംസാരിക്കുക, ലാഫ് ചിരിക്കുക. വി ടോക്ക് ആൻഡ് ലാഫ് ടുഗെദർ വൈൽ ഹാവിങ് സ്നാക്സ്. ഇവിടെ ഹാവ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വി ടോക്ക് ആൻഡ് ലാഫ് ടുഗെദർ വൈൽ ഹാവിങ് സ്നാക്സ്. എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നു. ഐ റിട്ടേൺ ഹോം ആഫ്റ്റർ മൈ ക്ലാസ്സസ് ആർ ഓവർ. റിട്ടേൺ മടങ്ങി വരിക അല്ലെങ്കിൽ തിരിച്ചെത്തുക. ഐ റിട്ടേൺ ഹോം ആഫ്റ്റർ മൈ ക്ലാസ്സസ് ആർ ഓവർ. വീട്ടിലെത്തിയാൽ അല്പനേരം വിശ്രമിക്കാനാണ് എനിക്കിഷ്ടം. വെൻ ഐ അറൈവ് ഹോം ഐ ലൈക്ക് ടു റിലാക്സ് ഫോർ എ വൈൽ. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ വന്നു ചേരുക. വെൻ ഐ അറൈവ് ഹോം ഐ ലൈക്ക് ടു റിലാക്സ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ അല്പനേരത്തേക്ക്. വെൻ ഐ അറൈവ് ഹോം ഐ ലൈക്ക് ടു റിലാക്സ് ഫോർ എ വൈൽ. ഞാൻ സോഫയിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ട TV ഷോകൾ കാണുകയോ ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യുന്നു. ഐ സിറ്റ് ഓൺ ദ സോഫ ആൻഡ് വാച്ച് മൈ ഫേവറേറ്റ് TV ഷോസ് ഓർ റീഡ് എ ബുക്ക്. I sit on the sofa and watch my favorite TV shows or read a book. ചിലപ്പോൾ ഞാൻ പാട്ട് കേൾക്കുകയും ഒപ്പം പാടുകയും ചെയ്യും. Sometimes I listen to music and sing along. Sometimes I listen to music and sing along. വൈകുന്നേരം വീട്ടുജോലികളിൽ ഞാൻ അമ്മയെ സഹായിക്കുന്നു. In the evening I help my mom with household work. In the evening I help my mom with household work. ഞാൻ പാത്രങ്ങൾ കഴുകുന്നു, തറ തൂത്തുവാരുന്നു, ചിലപ്പോൾ അത്താഴം പാചകം ചെയ്യുന്നു. I wash the dishes, sweep the floor and sometimes cook dinner. ഡിഷ് എന്ന് പറഞ്ഞാൽ വിഭവം എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പാത്രം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ വാഷ് ദ ഡിഷസ്, ഞാൻ പാത്രങ്ങൾ കഴുകുന്നു. സ്വീപ്പ് ദ ഫ്ലോർ, സ്വീപ്പ് എന്ന് വെച്ചാൽ
തൂക്കുക അല്ലെങ്കിൽ അടിച്ചു വാരുക. സ്വീപ് ദ ഫ്ലോർ ആൻഡ് സംടൈംസ് കുക്ക് ഡിന്നർ. സംടൈംസ് ചിലപ്പോൾ, സംടൈംസ് കുക്ക് ഡിന്നർ ചിലപ്പോൾ അത്താഴം പാചകം ചെയ്യുന്നു. എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതും അവരെ സഹായിക്കുന്നതും ഞാൻ ആസ്വദിക്കുന്നു. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഹെൽപ്പിംഗ് ദം. എൻജോയ് ആസ്വദിക്കുക, സ്പെൻഡ് ചെലവഴിക്കുക. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഹെൽപ്പിംഗ് ദം. എന്നിട്ട് ഞാൻ കുളിച്ച് അത്താഴം കഴിക്കും. ദെൻ ഐ ടേക്ക് എ ഷവർ ആൻഡ് ഹാവ് മൈ ഡിന്നർ. ദെൻ ഐ ടേക്ക് എ ഷവർ ആൻഡ് ഹാവ് മൈ ഡിന്നർ. ഇവിടെയും ഹാവ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാനോ മൃദുവായ സംഗീതം കേൾക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഐ ലൈക്ക് ടു റീഡ് എ ബുക്ക് ഓർ ലിസൺ ടു സോഫ്റ്റ് മ്യൂസിക്. ബിഫോർ മുമ്പ്, ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. ഐ ലൈക്ക് ടു റീഡ് എ ബുക്ക് ഓർ ലിസൺ ടു സോഫ്റ്റ് മ്യൂസിക്. ഒരു പുസ്തകം വായിക്കാനോ മൃദുവായ സംഗീതം കേൾക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഐ ലൈക്ക് ടു റീഡ് എ ബുക്ക് ഓർ ലിസൺ ടു സോഫ്റ്റ് മ്യൂസിക്. ഇതെന്നെ വിശ്രമിക്കാനും വേഗത്തിൽ ഉറങ്ങാനും സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് മീ റിലാക്സ് ആൻഡ് ഫോൾ അസ്ലീപ് ഫാസ്റ്റർ. ഇറ്റ് ഹെൽപ്സ് മീ റിലാക്സ് ആൻഡ് ഫോൾ അസ്ലീപ് ഫാസ്റ്റർ. ഇതെന്നെ വിശ്രമിക്കാനും വേഗത്തിൽ ഉറങ്ങാനും സഹായിക്കുന്നു. ഞാൻ സാധാരണയായി നേരത്തെ ഉറങ്ങാൻ പോകും, ഏകദേശം 9 മണിക്ക്. ഐ യൂഷ്വലി ഗോ ടു ബെഡ് ഏർലി അറൗണ്ട് 9 PM. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി, ഏർലി നേരത്തെ. ഐ യൂഷ്വലി ഗോ ടു ബെഡ് ഏർലി അറൗണ്ട് 9 PM. ഞാൻ സാധാരണയായി നേരത്തെ ഉറങ്ങാൻ പോകും, ഏകദേശം 9 മണിക്ക്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സിനിമകൾ കാണാൻ ഞാൻ ചിലപ്പോൾ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിൽ ഉറങ്ങാതെ ഇരിക്കും. ഹൗവെവർ ഐ സംടൈംസ് സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ് ടു വാച്ച് മൈ ഫേവറേറ്റ് മൂവീസ്. ഹൗവെവർ എന്ന് വെച്ചാൽ എന്നാലും, സംടൈംസ് ചിലപ്പോൾ, സ്റ്റേ അപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുക. ഹൗവെവർ ഐ സംടൈംസ് സ്റ്റേ അപ്പ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ് ടു വാച്ച് മൈ ഫേവറേറ്റ് മൂവീസ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സിനിമകൾ കാണാൻ ചിലപ്പോൾ വീക്കെൻഡ്സിൽ ഞാൻ ഉറങ്ങാതെ ഇരിക്കും. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ മീരയുടെ ഡെയിലി റൂട്ടീനിലെ ഓരോ സെൻറ്റൻസുകളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമ്മളൊരു പുതിയ ഭാഷ സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് അത് നമ്മുടെ നാവിന് വഴങ്ങണമെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇതുവരെ നമ്മൾ പറഞ്ഞ ഓരോ സെൻറ്റൻസും ഞാൻ പറയാം, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയുക. അതിനുശേഷം ഈ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉണ്ടാവും. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ രീതിയിൽ താഴെ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഹായ്, I'm Meera. My day starts early. I'm a morning person. I wake up at 5 AM. Then I brush my teeth and wash my face. After taking a bath, I go to the kitchen to help my mom prepare breakfast. I like to have dosha with chutney. Once I finish my breakfast, I get dressed and go to my college. At college, I study subjects like math, English, and physics. During my break time, I spend time with my friends in the college canteen. We talk and laugh together while having snacks. I return home after my classes are over. When I arrive home, I like to relax for a while. I sit on the sofa and watch my favorite TV shows or read a book. Sometimes I listen to music and sing along. In the evening, I help my mom with household work. I wash the dishes, sweep the floor, and sometimes cook dinner. I enjoy spending time with my family and helping them. Then I take a shower and have my dinner. Before going to sleep, I like to read a book or listen to soft music.
It helps me relax and fall asleep faster. I usually go to bed early, around 9 p.m. However, I sometimes stay up late on weekends to watch my favorite movies. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉത്തരം ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അറ്റ് വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ്? അറ്റ് വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ്? ഇതിൻ്റെ ഉത്തരം ഐ വേക്ക് അപ്പ് അറ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം വെച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ് ഇൻ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഐ ലൈക്ക് ടു ഈറ്റ്. ഇങ്ങനെ വെച്ച് നമുക്ക് തുടങ്ങാം. ഉത്തരം താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. What household work do you do? What household work do you do? I. What do you like to do before going to sleep? I like to വെച്ചിട്ട് തുടങ്ങാം. ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാത്തിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.